ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി സ്വർണ്ണമെല്ലാം കൊണ്ടുപോയിട്ട് നയനയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാവരെയും നല്ലതായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് അനാമികയെ. അനാമികയാണെങ്കിൽ മുത്തശ്ശിയോട് എതിർക്കുന്നൊക്കെയുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശനോടും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുമ്പോൾ മുത്തശ്ശന് നല്ല ചുട്ട മറുപടി കൊടുക്കുകയാണ് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമിക മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എന്തിനാ അവൾക്ക് കൊണ്ടുപോയി സ്വർണ്ണം എല്ലാം കൊടുത്തത്? അവൾ മാത്രമല്ലല്ലോ ഈ വീട്ടിലെ മരുമക്കൾ, ബാക്കിയുള്ളവർക്കും അതിന് അവകാശമില്ലേ? അപ്പം മുത്തശ്ശി പറയാണ്, എന്താ അനാമിക നിനക്ക് അവകാശം? ദേവയാനി നിനക്ക് കുറച്ച് സ്വർണം തന്നായിരുന്നല്ലോ നീ വിവാഹം കഴിഞ്ഞ് വന്നപ്പം. അത് നയനോടുള്ള ദേഷ്യത്തിന് തന്നതാ, അതല്ല ഇപ്പോഴും നിന്റെ കയ്യിൽ തന്നെ ഉണ്ടോ? അപ്പം അനാമിക ആകെപ്പാടെ ഒന്ന് പരിഭ്രമിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, അത് നിനക്കല്ലേ തന്നത്? ദേവയാനിയുടെ മരുമകള് നയനയല്ലായിരുന്നോ? എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും കൊടുത്തോ ദേവയാനി? നിന്നോടല്ലായിരുന്നോ അവൾക്ക് ഇഷ്ടം? അതുപോലെ തന്നെ ഈ സ്വർണവും എൻ്റെയാണ്, വേറെ ആരുടെയല്ല. അത് ആർക്ക് കൊടുക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാനും നിങ്ങളുടെ മുത്തശ്ശനും കൂടി വാങ്ങിയ സ്വർണ്ണമാണ് അതൊക്കെ. ഓരോരോ വിശേഷങ്ങൾക്കും അതുപോലെ തന്നെ എനിക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ സ്വർണ്ണമാണ്. അതെൻ്റെ മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ കൊടുക്കണമെങ്കിൽ അതെൻ്റെ ഇഷ്ടമാണ്. അത് ചോദ്യം ചെയ്യാനൊന്നും അനാമിക വരണ്ടെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാണ്, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? എനിക്ക് തരണ്ട. എന്നാൽ മുത്തശ്ശിയുടെ മരുമക്കളല്ലേ വല്യമ്മയും അതുപോലെ തന്നെ അമ്മയും അപ്പച്ചിയും ഒക്കെ, അവർക്കാർക്കെങ്കിലും കൊടുക്കായിരുന്നല്ലോ. നയനയ്ക്ക് തന്നെ കൊടുക്കണമെന്ന് എന്താ നിർബന്ധം? അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, അതിനെന്താ, നയനയ്ക്ക് ഞാൻ സ്വർണം കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്കെന്താ കഴിക്കുവോ? നയന എൻ്റെ കൊച്ചുമകളാണ്. അവളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്വർണം അവൾക്ക് കൊടുത്തത്. അവൾ എന്തെങ്കിലും അതുപോലുള്ള നന്മകൾ ഈ കുടുംബത്തിൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളാരും അങ്ങനെയൊന്നും ചെയ്തതായിട്ട് എനിക്കും മുത്തശ്ശനും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊന്നും ചെയ്യാത്തത്. പിന്നെ ഞങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ടാണ് ഇവിടെ എല്ലാവരും സുഖമായിട്ട് അങ്ങ് ജീവിച്ചു പോകുന്നത്. അതും കൂടി ഓർക്കാം. ഒരുപാട് ചോദ്യം ചെയ്യാനൊന്നും അനാമിക വരണ്ട. ഓ, അല്ലേലും അങ്ങനെയാ എപ്പോഴും നയനമോള്, ആദർശ് മോൻ, അത്രയേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം പുറമ്പോക്കല്ലേ. അപ്പോൾ ഉടനെ മുത്തശ്ശി പറയാം, എന്താ അനാമിക പറയുന്നത്? ദേ ജാനകി, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നിന്റെ മരുമോളോട് വായടക്കിയിരിക്കാൻ പറയണം. എന്നെ ഭരിക്കാൻ വരാറൊന്നും ആയിട്ടില്ല അവള്. നിങ്ങളാരും പോലും എന്നോടും അച്ഛനോടും ഒരു മറുവാക്കും പറയാറില്ല. അനാമിക അത്രയ്ക്കൊന്നും ആയിട്ടില്ലെന്ന് ജാനകി പറഞ്ഞു കൊടുക്കണം. അപ്പം ജാനകിക്ക് ആകപ്പാടെ ഇതാകുവാണ്. അപ്പം ജാനകി പറയാണ്, അമ്മേ അത് വേറൊന്നും കൊണ്ടല്ല അനാമിക മോൾ അങ്ങനെ പറഞ്ഞത്, അവളുടെ മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ്. നയനയല്ലേ ഇവിടെ ഇതെല്ലാം ചെയ്തത്? ഈ പാലിലൊക്കെ വിഷം ചേർത്ത് ഏടത്തെ ഈ അവസ്ഥയിലാക്കിയത് നയന തന്നെയല്ലേ? എന്നിട്ട് വീണ്ടും അച്ഛനും അമ്മയും അവൾക്ക് കൊണ്ടുപോയി സ്വർണം കൊടുക്കുമ്പം എങ്ങനെ അനാമിക മോള് പറയാതിരിക്കും? നയന മോളാണ് പാലിൽ വിഷം ചേർത്തതെന്നുള്ളത് ജാനകി കണ്ടായിരുന്നോ? ഇല്ല, ഇല്ലല്ലോ. പിന്നെ അപ്പോൾ ജലജ കണ്ടായിരുന്നോ? അപ്പം ജലജയ്ക്ക് ആകെ ഒരു പരിഭ്രമം കേട്ടോ. ഇതെല്ലാം ജലജയ്ക്ക് അറിയാമല്ലോ. ജലജ പറയാം, ഇല്ല ഞാൻ കണ്ടില്ല. നിന്റെ മരുമോക്ക് വിഷം കലക്കി തന്നെന്നല്ലേ നീ പറയുന്നത്? അത് ചെയ്തത് നയനയാണെന്ന് നീ കണ്ടോ? ഏയ് ഞാൻ കണ്ടില്ല. പക്ഷേ അവളായിരിക്കുമല്ലോ, വേറെ ആരും അത് ചെയ്യാൻ ഇവിടെ ഇല്ലല്ലോ. അവളല്ലേ പാല് തിളപ്പിച്ച് വെച്ചത്. ഓഹോ, അങ്ങനെയുള്ള ന്യായങ്ങളൊന്നും എന്നോട് പറഞ്ഞുകൊണ്ട് വരണ്ട ജലജെ. ഇവിടെ നീയും നിൻ്റെ മകനും പല പല തരികിടകളും ഒപ്പിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പാരമ്പര്യമുള്ളത് നിനക്കും നിൻ്റെ മകനുമാണ്. അതുകൊണ്ട് നിങ്ങളെ സംശയിക്കാം. അപ്പം ജലജ പറയുക, അയ്യോ ഞങ്ങളല്ലേ, ഞാനും എൻ്റെ മകനും ഇതിലൊരു പങ്കും ഇല്ലേ എന്ന് പറയാണ് കേട്ടോ മുത്തശ്ശിയോട്. അത് കഴിഞ്ഞ് മുത്തശ്ശി അങ്ങ് പോവുകയാണ്. അപ്പം മുത്തശ്ശി പോയി കഴിയുമ്പം അനാമികയ്ക്ക് അങ്ങ് ആകപ്പാട് ദേഷ്യം പിടിച്ചിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ അനാമിക പറയുക അവിടെ നിന്നുകൊണ്ട് തന്നെ, ഇവരെ അങ്ങനെ വിട്ടാൽ കൊള്ളില്ല. ഈ കിളവനും കിളവിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അവർക്ക് എപ്പോഴും നയനമോള് ആദർശമോൻ. ഇങ്ങനെ പോയാൽ ഞാനിവിടുന്ന് വെറും കൈയോടെ ഇറങ്ങിപ്പോകേണ്ടി വരും. എൻ്റെ ഭർത്താവ് ഒരു കോന്തൻ അനി, അവനെക്കൊണ്ട് യാതൊരു കഴിവുമില്ല. അവനെന്തെങ്കിലും മനസ്സറിഞ്ഞ് ചെയ്തിട്ട് ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നുമില്ല എന്ന് പറയാം. അതിനുശേഷം അനാമിക അവിടെ നിന്ന് പോവാണ് കേട്ടോ. പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി ദേവയാനിയോട് പറയുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം, സ്വർണം കൊണ്ട് കൊടുത്ത കാര്യമെല്ലാം പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വല്യമ്മ ഒരു കാര്യം അറിഞ്ഞോ? വല്യമ്മയുടെ മരുമോക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി സ്വർണം കൊണ്ട് കൊടുത്തു. 100 പവനി കൂടുതൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതും പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ട് വന്ന അമൂല്യ നിധിയായിട്ടുള്ള ആ സ്വർണം നയനയ്ക്ക്. അപ്പോൾ ദേവയാനി ചോദിക്കുക, അതെന്തിനാ അവരത് നയനയ്ക്ക് കൊണ്ട് കൊടുത്തത്?
പാരമ്പര്യമായി കിട്ടിയ നിധി നമ്മുടെ കുടുംബത്തിൽ ഇരിക്കേണ്ടതല്ലേ? അത് നയനയ്ക്ക് കൊണ്ട് കൊടുത്തത് എന്തിനായിരിക്കും? അതെനിക്കറിയില്ല. പക്ഷെ എന്തായാലും നയനയ്ക്ക് കൊണ്ട് അത് കൊടുത്തു. ചിലപ്പോൾ ഇനി വല്യമ്മയ്ക്ക് വിഷം തന്ന് വീഴ്ത്തിയതിൻ്റെ സമ്മാനമായിട്ട് കൊടുത്തതായിരിക്കും. എന്താ അനാമിക നീ പറയുന്നത്? അച്ഛനും അമ്മയൊന്നും അങ്ങനെ ചിന്തിക്കില്ല. അതൊക്കെ വല്യമ്മയുടെ തോന്നലല്ലേ? അവർക്ക് ചിലപ്പോൾ അങ്ങനത്തെ തോന്നൽ ഉണ്ടായെങ്കിലോ? നന്നായി വല്യമ്മ ഇങ്ങനെ കിടക്കുന്നതെന്ന് തോന്നിയിട്ടായിരിക്കും ചിലപ്പം ഇവരെല്ലാവരും കൂടെ ഒത്തുകൊണ്ടാണോ ഇനി വല്യമ്മയെ വീഴ്ത്തിയത്. അപ്പോൾ ദേവയാനി പറയാണ്, അങ്ങനെയൊന്നും അച്ഛനും അമ്മയും ഒരിക്കലും ചിന്തിക്കില്ല. അവർക്ക് ആരോടും അങ്ങനെ വേറുകൃത്യമൊന്നുമില്ല. പിന്നെ നയനയോട് ഒരിത്തിരി സ്നേഹം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അത് അവൾ എല്ലാവരെയും മയക്കി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്. എപ്പോഴും എന്താ വേണ്ടേ എന്താ വേണ്ടേന്ന് ചോദിച്ച് പുറകെ നടക്കുന്നത് കൊണ്ടുള്ള ഒരു സിമ്പതിയാണ്. എന്ന് വെച്ച് ഇത്രയും സ്വർണ്ണമൊക്കെ കൊണ്ട് അവൾക്ക് കൊടുത്തെന്നോ? അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വല്യമ്മ അറിയാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ വല്യമ്മ അറിയുന്നുണ്ടോ? ആദർശേട്ടൻ അവക്കും കുടുംബത്തിനും താമസിക്കാൻ പുതിയ വീടും സ്ഥലവും വാങ്ങിക്കൊടുത്തു. 1-2 കോടി രൂപ അതിനായിട്ട് മുടക്കുകയും ചെയ്തു. ഇത് വല്ലതും വല്യമ്മ അറിഞ്ഞോ? വല്യമ്മയോട് ചോദിച്ചോ? ഇല്ല, ഞാനിതൊന്നും അറിഞ്ഞില്ല. ആ സമയം ഞാൻ തീരെ വയ്യാതെ കിടക്കല്ലായിരുന്നോ? എന്നാലും ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ആദർശ് എന്തിനാ അവർക്ക് വീട് സ്ഥലവും വാങ്ങിക്കൊടുത്തത്? മരുമക്കളുടെ വീട്ടുകാർക്ക് വീട് സ്ഥലവും വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് അനന്തപുരിക്കാരുടെ സ്വഭാവം അല്ലല്ലോ. അതാ ഞാനും പറഞ്ഞത്. ഞാനും അവിടെ കെട്ടിക്കയറി വന്നതല്ലേ. എനിക്ക് പക്ഷേ ഒരു സാധനം പോലും തരാനായിട്ട് ആരുമില്ല അവിടെ. എനിക്കൊരു വിലയില്ല. പക്ഷെ നയനയ്ക്ക് ആവശ്യത്തിലധികം വിലയും അവൾക്ക് വേണ്ടതും വേണ്ടാത്തതും എല്ലാം കൊടുക്കാൻ ആൾക്കാരും. എനിക്കെന്നെ സഹിക്കുന്നില്ല. വല്യമ്മ അസുഖം മാറിയൊന്ന് വന്നാൽ മതിയായിരുന്നു. എങ്കിൽ മാത്രമേ ഉള്ളൂ അവളെ ഒന്ന് പിടിച്ചു കെട്ടാനും അവളുടെ നേരെയുള്ള സിമ്പതിയൊക്കെ ഒന്ന് തീർക്കാനും പറ്റുള്ളൂ. വല്യമ്മയോട് ഈ ചതി ചെയ്ത അവക്ക് നല്ല പണി തന്നെ കൊടുക്കണം വല്യമ്മ. ഞാനൊന്ന് തിരിച്ചു വന്നോട്ടെ, എന്നിട്ട് ഞാൻ അവളുടെ കാര്യത്തിൽ തീരുമാനമാക്കാം. അവൾ ഇനി അനന്തപുരി വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കും എന്ന് പറയാം. അങ്ങനെ ദേവയാനിയെ നന്നായിട്ട് സ്ക്രൂ കയറ്റി വിട്ടിട്ട് വരികയാണ് അനാമിക. വീട്ടിലേക്ക് വന്നു കയറുമ്പം എല്ലാവരും ഉണ്ട് കേട്ടോ ഹോളിൽ. അപ്പോഴേക്കും അനാമികയ്ക്ക് അപ്പോഴും ദേഷ്യം അടങ്ങിയിട്ടില്ല. ആ സമയം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അനാമികയോട്, അനാമിക ഇതെവിടെ പോയതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയാണ്, ഞാൻ വല്യമ്മ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയത്? ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? ദേവയാനി അവിടെ കിടക്കട്ടെ. ഇത്രയും വലിയ സർജറി ചെയ്തവരെ എപ്പോഴും പോയി കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ആവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയാം, പിന്നെ ഞാൻ പോയി കണ്ടാൽ മാത്രമേ ഇൻഫെക്ഷൻ ആവുള്ളൂ അല്ലേ? വേറെ ആരും കണ്ടാൽ ഒരു ഇൻഫെക്ഷനും ആവില്ല എന്ന് പറയാണ് ഭയങ്കര ദേഷ്യത്തോടെ. അപ്പം മുത്തശ്ശിക്ക് ഉള്ളിൽ നല്ല ദേഷ്യമുണ്ട് അനാമികയോട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടോ, മുത്തശ്ശി പറഞ്ഞ അനുസരിച്ചിട്ട്, അനാമികയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇവിടെ? ഞങ്ങൾ നയനമോൾക്ക് സ്വർണം കൊണ്ട് കൊടുത്തതിന് ഇവിടെ മുത്തശ്ശിയെ ചോദ്യം ചെയ്തെന്ന് കേട്ടല്ലോ. അപ്പോഴേക്കും ഉടനെ അനാമിക പറയാണ്, ചോദ്യം ചെയ്തതാണോ തെറ്റ്? നിങ്ങൾ ചെയ്തത് ശരിയാണോ? നയനയല്ലേ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് വല്യമ്മ ഈ അവസ്ഥയിലാക്കി ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അവൾക്ക് പാരിതോഷികമായിട്ട് സ്വർണം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, പിന്നെ നയനയാണ് പാലിൽ വിഷം കൊടുത്തതെന്നുള്ള കാര്യത്തിൽ അനാമികയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? ജാനകി, നിനക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ജലജേ. അപ്പോൾ ജലജ പറയാണ്, ഇല്ല, എനിക്കൊരു ഉറപ്പുമില്ല. ഇതൊക്കെ ചെയ്യുന്നത് സാധാരണ ജലജയെ അഭിയാണ്. നിങ്ങളാണോ ചെയ്തത് ഇനി നവ്യയെ വീഴ്ത്താനായിട്ട്? അപ്പം ജലജ പറയുന്നത്, അയ്യോ ഞാനും എൻ്റെ മോനും അല്ലേ, ഞങ്ങളിതിൽ മനസ്സറിവില്ല, പക്ഷേ ഇവിടെ ചിലരൊക്കെയാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുത്തശ്ശനോട് അനാമിക വീണ്ടും പറയാണ്, നയനയാണ് ചെയ്തത്, വേറെ ആര് ചെയ്യാനാണ് ഈ ദുഷ്ടത്തരം? നയന തന്നെയാണ് ചെയ്തത്. എന്നിട്ടും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പം മുത്തശ്ശൻ പറയാം, അനാമികയെ നീ കൂടുതൽ ചാടാതെ. കാരണം നയനയാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ നീ ഇത്ര തർപ്പിച്ച് പറയുന്നത് എന്താ? ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ, ഇതൊക്കെ ചെയ്തത് അനാമിക തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല. അപ്പോൾ പറയാം, എന്താ മുത്തശ്ശ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടില്ല. പക്ഷെ നിൻ്റെ പറച്ചിലും നയനയോടുള്ള ദേഷ്യമൊക്കെ വെച്ചിട്ട് നയനയെ കുരുക്കാൻ വേണ്ടിയിട്ട് നവ്യയെ കുരുക്കാനും വേണ്ടിയിട്ട് നീ തന്നെ ചെയ്തതാണത്. അതുകൊണ്ട് ദേവയാനി കിടപ്പിലായിപ്പോയി. ഞാനൊന്നും അല്ല ചെയ്തത് എന്നിങ്ങനെ പറയാണ് അനാമിക. പിന്നെ നീ എന്തിനാണ് മറ്റുള്ളവരുടെ നേരെ കുറ്റം ചുമത്തുന്നത്? ഞാൻ പറയാണ് അനാമിക തന്നെയാണ് ഇത് ചെയ്തത്. എന്താ നീ എതിർക്കുന്നുണ്ടോ എന്ന് മുത്തച്ഛൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്